വയനാട് വാകേരിയിൽ യുവാവിന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ 6ാം നാളിലും തുടരുന്നു. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നെത്തിച്ച കുങ്കി ആനകളെ ഉപയോഗിച്ചും ക്യാമറ ട്രാപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചും കാൽപ്പാടുകൾ പരിശോധിച്ചുമാണ് തിരച്ചിൽ. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള WWL 45 എന്ന ആൺകടുവയാണ് പ്രജീഷിന്റെ ജീവനെടുത്തതെന്ന് വ്യക്തമായതോടെ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. വാകേരിയിൽ യുവ കർഷകന്റെ ജീവനെടുത്ത കടുവയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഊർജിത നീക്കമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ ഈ ദൗത്യ സംഘം വിവിധ ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ പ്രജീഷ് കൊല്ലപ്പെട്ട ഈ തോട്ടം മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നത്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും 2 കുങ്കിയാനകളെയാണ് ഇതിനായി കൊണ്ടുവന്നിട്ടുള്ളത്. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും നിലവിൽ ഈ പ്രദേശത്ത് തന്നെ പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ഈ കടുവ വനത്തിലേക്ക് കയറിയോ എന്നുള്ള സംശയവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ ഈ ഭാഗത്തുള്ള വനത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്. 6 ദിവസമായിട്ടും ഈ കടുവയെ കിട്ടാത്തതിൽ വലിയ ഒരു ഭീതിയും അതുപോലെ തന്നെ പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ പ്രദേശത്തുണ്ട്. പ്രധാനമായും ഈ മേഖലയിൽ നിരോധനാജ്ഞയും നീട്ടിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് എല്ലാം തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകുന്നതിനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ കടുവയെ തീർച്ചയായും ഇന്ന് തന്നെ കിട്ടുമെന്നുള്ള നിലവിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. ഈ പ്രദേശത്ത് ഏകദേശം 25 ക്യാമറകളും 3 കൂടുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ ഇരുട്ട് വീണതോടുകൂടെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിലും പെട്രോളിങ്ങുമായും ഡ്രോൺ പരിശോധനയും നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ഇതേ തരത്തിൽ ഡ്രോൺ പരിശോധനയാണ് പ്രധാനമായും ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉന്നതതല ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ കടുവയെ പിടിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. 6ാം ദിവസവും കടുവയെ കിട്ടാത്തതിൽ വലിയ ഒരു ജനരോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇതൊന്നും കാര്യമാക്കാതെ ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ഊർജിതമായിട്ടുള്ള ശ്രമമാണ് നിലവിൽ ഈ പ്രദേശത്ത് നടക്കുന്നത്.